ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 96. സമാവർത്തോ അനിവൃത്താത്മാ ദുർജയോ ദുരിതക്രമാ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിഹ. ഹരി ഓം. ഹരി ഓം. 773 നാമം സമാവർത്ത. ഈ ഒരു സംസാര ചക്രത്തെ വേണ്ടതുപോലെ തിരിക്കുന്നവൻ, അതിൻ്റെ ആ ഒരു ആവർത്തനം ഭഗവാൻ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. ആ കാലചക്രം ഇങ്ങനെ തിരിഞ്ഞു വരുന്നു, അതിൻ്റെ നിയന്താവായിട്ട് ആവർത്തനം അത് കൃത്യമായിട്ട് ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ സമാവർത്ത. 774 നാമം അനിവൃത്താത്മാ. ഭഗവാൻ എല്ലാ സമയവും സർവത്ര വ്യാപിച്ചു കിടക്കുന്നവനാകയാൽ ഒരിടത്തു നിന്നും ഭഗവാൻ പിന്മടങ്ങുന്നില്ല, എല്ലാത്തിലും അങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒന്നിൽ നിന്നും പിൻവാങ്ങാത്ത ആത്മാവോടുകൂടി അവൻ ഇവിടെ കാണുന്ന ഓരോ അണുവിലും ഭഗവാന്റെ ഒരു സ്പർശമുണ്ട്. ഭഗവാൻ തന്നെയുണ്ട്. അപ്പോൾ ഒന്നിലും ഭഗവാൻ ഇല്ലാതായിട്ടില്ല. അതാണ് അനിവൃത്താത്മാ. എല്ലാറ്റിനെയും കൂടെ ഭഗവാൻ ഉണ്ട് എന്നർത്ഥം. 775 നാമം ദുർജയ. ആരാലും ജയിക്കപ്പെടാൻ സാധിക്കാത്തവൻ. 776 നാമം ദുരതിക്രമ. ഭഗവാന്റെ ആ ഒരു ശാസനയെ ആർക്കും അതിലംഘിക്കാൻ സാധ്യമല്ല. സൂര്യൻ ഇവനെ പേടിച്ച് ഉദിക്കുന്നു, അസ്തമിക്കുന്നു, അതുപോലെ വായു ഇവനെ പേടിച്ച് വീശുന്നു. ഇങ്ങനെ ഒരു വേദവാക്യമുണ്ട്. അപ്പോൾ ആരെക്കൊണ്ടും അതിക്രമിപ്പാൻ കഴിയാത്തവൻ എന്ന അർത്ഥത്തിൽ ദുരതിക്രമ. 777 നാമം ദുർലഭ. ദുഃഖേന, പ്രയാസപ്പെട്ട്, വളരെ പ്രയാസപ്പെട്ട് മാത്രം ലഭിക്കപ്പെടാൻ കഴിയുന്നവൻ. കാരണം ഇത് നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ ഭക്തരായിത്തീരുന്നത്. പല ജന്മങ്ങളിലായി ചെയ്ത തപസ്, ധ്യാനം, സമാധി, എന്തൊക്കെ ഉപാസനകൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഏത് ജന്മത്തിൽ അയാൾ ഒരു ശുദ്ധഭക്തനായിരിക്കണം എന്ന് പോലും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതൊക്കെ ഭഗവാനാണ് നിശ്ചയിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? സാധനകൾ അനുഷ്ഠിക്കുക എന്നത് മാത്രമാണ്. ഏത് ജന്മത്തിലാണ് നമുക്ക് അതിനൊരു സാർത്ഥകത, ഒരു അനന്യ ഭക്തി അങ്ങനെ വരുമ്പോഴേ അത് ശരിയായ ഭക്തിയാകുന്നുള്ളൂ. എനിക്ക് ഭഗവാനെ മതി എന്ന് ചിന്തിക്കാനുള്ള ഒരു തലത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് ശരിയായ ഭക്തി. ആ ഭക്തി എപ്പോൾ ലഭിക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ ദുർലഭനാണ് എന്ന് പറയാൻ കാരണം. പക്ഷേ ആ ഭക്തിയിലേക്കുള്ള നമ്മുടെ ഓരോ ചുവടുവെപ്പും സന്തോഷകരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക അതൊക്കെ ചെയ്യുക. നമ്മുടെയൊക്കെ ഓരോ തലത്തിനനുസരിച്ച് വ്രതം, നാമജപം, ക്ഷേത്രദർശനം, അതുപോലെ സ്തോത്രാലാപനം ഒക്കെ നമുക്ക് ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ്, ഏത് ജന്മത്തിലാണ് ഒരു അനന്യ ഭക്തനാവുക എന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ജന്മത്തിലായി എന്ന് ബോധ്യമായാൽ മഹാഭാഗ്യം എന്ന് വിചാരിക്കുക. അത്രമാത്രം. കാരണം ഭഗവാൻ ദുർലഭ. ഭക്തി പോലും ദുർലഭമാണ്. 778 നാമം ദുർഗമ. അപ്പോൾ ഭക്തി ദുർലഭമാണെങ്കിൽ ആ ഭഗവാനിൽ എത്തിപ്പെടുക, ഭഗവാനിലേക്ക് എത്തിപ്പെടുക എന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ദുഃഖേന, വളരെ ആയാസപ്പെട്ട് ഗമിക്കപ്പെടാൻ കഴിയുന്നവൻ എന്ന അർത്ഥത്തിൽ ദുർഗമ. 779 നാമം ദുർഗ. ദുർഗം എന്നാൽ ആ ഒരു ഇടുങ്ങിയ വഴി, അത്ര എളുപ്പം പോകാൻ സാധിക്കുന്ന വഴികളല്ല, ഭക്തിയുടെയും ആത്മീയതയുടെയും മാർഗം. അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ തരണം ചെയ്ത് നമുക്ക് മുന്നേറാൻ സാധിക്കണം. അങ്ങനെ ഈ ദുർഘടങ്ങളെയൊക്കെ നേരിട്ടുകൊണ്ട് ആ തടസ്സങ്ങളെ നീക്കി വളരെ പ്രയാസപ്പെട്ട് പ്രാപിക്കാൻ സാധിക്കുന്നവൻ നമുക്ക് ഈ ലോകത്തിൽ കാണാം. ഭക്തിയുള്ളവർക്കും ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാകും. അപ്പോൾ അതിലൊന്നും തകർന്നു പോകാതെ എന്താ ഭഗവാൻ എന്നോട് ഇങ്ങനെ എന്നൊന്നും ഒരു പരാതി പറയാതെ അപ്പോഴും ഭഗവാനെ ചേർത്ത് പിടിക്കുന്ന ഭക്തനാണ് ഭക്തൻ. അങ്ങനെ ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുമ്പോൾ അതിൽ ഭഗവാൻ പ്രീതനായിട്ട് തൻ്റെ ഭക്തനെ ചേർത്തു പിടിക്കുന്നു. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടാണ്, എങ്കിലും എളുപ്പമേ അല്ല ഭക്തിമാർഗവും ആത്മീയ മാർഗവും എന്നതിനാൽ എങ്കിലും വളരെ പ്രയാസപ്പെട്ടായാലും നമുക്കത് പ്രാപിക്കാൻ സാധിക്കുന്ന സ്ഥാനം എന്നർത്ഥത്തിൽ ദുർഗ.
780 നാമം ദുരാവാസഃ. അതും പലരും പറയാറുണ്ട്, ധ്യാനത്തിലിരിക്കാനേ സാധിക്കുന്നുള്ളൂ, മനസ്സ് എവിടെയൊക്കെയോ പോകുന്നു. ഭഗവാൻ മനസ്സിലിരിക്കുന്നതേയില്ല അല്ലേ? മനസ്സ് ധ്യാനത്തിലിരിക്കുമ്പോൾ മനസ്സിൽ വേറെന്തൊക്കെയോ ആണ് വരിക. ഭഗവാൻ മനസ്സിലിരിക്കുന്നതേയില്ല. ഒരുപക്ഷെ കണ്ണു തുറന്നാലാണ് പിന്നെയും ഭഗവാനെ മനസ്സിൽ വരുത്താൻ സാധിക്കുന്നത്, കാണാൻ സാധിക്കുന്നത്. കണ്ണടച്ചാൽ ഭഗവാനെ മനസ്സിൽ കാണുന്നതേയില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. അതാണ് സമാധിനിഷ്ഠന്മാരായ യോഗീശ്വരന്മാർ പോലും മനസ്സിൽ ദുഃഖേന കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ ഭഗവാനെ മനസ്സിൽ അങ്ങനെ കുടിയിരുത്താൻ അവർക്കേ സാധിക്കുകയുള്ളൂ എന്നാണ്. ഭഗവാൻ അത്ര പെട്ടെന്നൊന്നും പിടിതരില്ല. അങ്ങനെ ദുഃഖേന അഥവാ ആയാസപ്പെട്ട് നമ്മുടെ ഉള്ളിൽ ആവസിക്കപ്പെടുന്നവനെന്നല്ല, ശ്രമം കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നതിനാൽ ദുരാവാസഃ. 781 നാമം ദുരാരിഹ. ദുരാരികൾ എന്നാൽ ദുർമാർഗചാരികളായിട്ടുള്ള ദാനവാദികളെ, അസുരന്മാരെ ഹനിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ദുരാരിഹ. ഹരിയോ.